തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീലാപിള്ളെ. നമസ്തേ. നമ്മുടെ വാഴത്തോളം കൗൺസിലർ ആർ സുഗതൻ കഴിഞ്ഞ ദിവസം വിയ്യൂർ ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും അധികാരത്തിൽ ഏറിയത് ചരിത്രത്തിലൂടെ നടന്നു കയറുകയായിരുന്നു. കാരണം കേരള ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഈ അവസ്ഥ ഉണ്ടാക്കി വെച്ചത് മറ്റാരുമല്ല, CPM-കാരും ഈ കോൺഗ്രസ്സുകാരും ചേർന്ന് തന്നെയാണ്. പക്ഷേ അവസാനം അടി കിട്ടിയതും അവർക്ക് തന്നെയാണ്. ഇപ്പോൾ വലിയ വായിൽ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ. ശരിക്കും ഇങ്ങനൊരു സംഭവം വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു വിഷയത്തിൽ ഈ UDF ആകപ്പാട് തകർന്നു പോയൊരു അവസ്ഥയില്ലേ? കാരണം CPM-ഉമായിട്ട് ഒട്ടാനും പറ്റുന്നില്ല, അകലാനും പറ്റുന്നില്ല, BJP-യെ തള്ളിക്കളയാനും പറ്റുന്നില്ല. ആകെ മൊത്തം ടോട്ടൽ ഒരു കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു അവസ്ഥ. എങ്ങനെയാണ് അത് കാണുന്നു ഈ അവസ്ഥയെ? യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു ജനപ്രതിനിധി ജയിലിൽ കിടന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നാണക്കേടാണ് എന്നുള്ളതാണ്. ഇടതും വലതും മുന്നണികൾ ഒരുമിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇടത് വലത് മുന്നണികളുടെ പൊയ്മുഖവും ഇടത് വലത് മുന്നണികൾ ചേർന്ന് ഒരു ജനപ്രതിനിധിയെ എങ്ങനെ വേട്ടയാടാമും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ നോക്കുമ്പോൾ കാപ്പ കേസിൽ പെടുത്താനുള്ള കേസുകളെ സംബന്ധിച്ച്, സുഗതനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ആ കാപ്പ കേസിൽ പെടുത്താനുള്ള ഒരു ക്രൈം, അതായത് ചില കേസുകൾ തിരിച്ച് സെറ്റിലായി പോയ, ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ അറിയാമല്ലോ, അടിപിടി വഴക്കുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോ ചില ആൾക്കാർ തമ്മിൽ, പാർട്ട്നേഴ്സ് തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് പോലീസ് കേസൊക്കെ ആകും. അത് ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞ് സെറ്റിൽമെന്റ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് വന്ന് അവരെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് സെറ്റിൽമെന്റിലേക്ക് വന്നതെന്ന് പറഞ്ഞ് വീണ്ടും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അങ്ങനെയൊക്കെ കേസ് കൊടുപ്പിച്ചാണ് സുഗതനെ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന അത്തരത്തിൽ 8 കേസുകളാണ് സുഗതന്റെ പേരിൽ തിരിച്ച് സെറ്റിലായി പോയ കേസുകൾ തിരിച്ചു കൊണ്ടുവന്ന് സുഗതനെ ഇത്തരത്തിൽ വീണ്ടും കാപ്പയിൽപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നു. അതിനുശേഷം 2 കേസുകൾ കൂടി, അതായത് ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ആ പരിപാടിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു, ആ പ്രശ്നത്തിൽ ഒരു കേസിടുന്നു, സുഗതന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു, ആകാശത്തേക്ക് വെടിവെക്കുന്നു, പോലീസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് മറ്റൊരു കേസിടുന്നു. അപ്പൊ ഇതെല്ലാം നമുക്കറിയാം. നമ്മൾ അപ്പോഴും ചിലപ്പോൾ ഒരുപക്ഷെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് കോടതി ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിൽ എത്താത്തതെന്ന്. കോടതിക്ക് കോടതിയുടേതായ അന്വേഷണ ഏജൻസികളൊന്നുമില്ല. പോലീസ് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് വിശദമായ വിചാരണയ്ക്ക് വരുമ്പോൾ മാത്രമേ കോടതിക്ക് ഇതിലൊരു തീരുമാനത്തിലെത്താൻ കഴിയുകയുള്ളൂ. അപ്പൊ കോടതി ആദ്യഘട്ടത്തിൽ എടുത്ത ഒരു നിലപാട് എന്ന് പറയുന്നത് 2 കേസിൽ ജാമ്യം കൊടുക്കണം. അപ്പൊ കാപ്പ കേസ് പ്രതിയായതുകൊണ്ട് നെടുമങ്ങാട് കിടക്കുന്ന കേസുകളിൽ 2 കേസുകൾ, ഒന്ന് ക്ഷേത്രത്തിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് പോലീസിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ജാമ്യം കൊടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കാപ്പ കേസ് പ്രതിയായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ അത് ജാമ്യം കിട്ടിപ്പോയിന്. അപ്പൊ കാപ്പ കേസ് പ്രതിയായതുകൊണ്ട് തന്നെ കാപ്പയിൽ കൂടി ജാമ്യം കിട്ടണം. കാപ്പ ബോർഡിന് മുന്നിലേക്ക് എത്തുന്നു, ആഭ്യന്തര സെക്രട്ടറിയുടെ മുന്നിലേക്ക് എത്തുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ ഇടതു വലതു മുന്നണികൾ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, കാപ്പ ബോർഡിന് മുന്നിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാപ്പ ബോർഡിന്റെ മുന്നിലേക്ക് എത്തുമ്പോഴും കാപ്പ ബോർഡ് ആരാണെന്നുള്ളതാണ്. ഇടതുപക്ഷം ഉണ്ടാക്കിയ അതേ കാപ്പ ബോർഡ് വീണ്ടും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്ത കാപ്പ ബോർഡിനെ ഇനി വീണ്ടും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താലും അത് കോൺഗ്രസ്സുകാരായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും സംഭവിക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും അത് സംഭവിക്കുക കോൺഗ്രസിനോട് അനുകൂലമായിട്ടുള്ള ആൾക്കാരായാലും CPM-നോട് അനുകൂലമായിട്ടുള്ള ആൾക്കാരായാലും ഇത് സംഭവിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസും CPM-ഉം കൂടിയെടുത്തൊരു തീരുമാനം, ആ തീരുമാനത്തിൽ എങ്ങനെയെങ്കിലും നഗരസഭാ ഭരണം അട്ടിമറിക്കുക എന്ന രീതിയിലേക്ക് വരുമ്പോൾ അവർ ഒരു കാരണവശാലും ഇതിൽ ഇളവ് നൽകാൻ സാധ്യതയില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും അത്തരത്തിലുള്ള ഒരു വിധി വന്നിട്ടുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ ആലോചിച്ച് നോക്കൂ, കാപ്പ കേസിൽ പ്രതിയായതുകൊണ്ട് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാമെന്ന് സർക്കാരാണ് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രശ്നവുമില്ല, ജയിലിൽ അതിനുള്ള സൗകര്യം ഒരുക്കാം എന്ന് പറഞ്ഞത്. അത് മനഃപൂർവ്വം, അതായത് സുഗതൻ ഒരു കൗൺസിൽ പോലും പങ്കെടുക്കരുത്, അതിനുള്ള നീക്കമാണ് നടത്തിയത്. കാരണം അവിടെ വെച്ചാകുമ്പോൾ കൗൺസിൽ വിളിക്കാൻ കഴിയില്ല. ഒരു ദിവസം കാപ്പ കേസ് പ്രതിയായതുകൊണ്ട് തന്നെ അവിടെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല, സത്യപ്രതിജ്ഞ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു ദിവസത്തെ ജാമ്യം അനുവദിച്ചപ്പോ അന്ന് വേണമെങ്കിൽ
ജയിലിന് പുറത്തായിരുന്നുവെങ്കിൽ തീർച്ചയായും ജയിലിൽ വെച്ച് ആക്കോട്ടെ എന്ന് കോടതി ചോദിക്കുമ്പോൾ ജയിലിൽ വെച്ച് ആകാം എന്ന് ഇവർ പറഞ്ഞതുകൊണ്ട് ജയിലിൽ സൗകര്യമൊരുക്കുകയും അവിടെ ജയിലിൽ വളരെ കൃത്യമായി തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ കഴിയുകയും ചെയ്തു. നേരെ മറിച്ച് ഒരു ദിവസത്തെ ജാമ്യത്തിൽ വിട്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കൗൺസിൽ കൂടി കൂടാമായിരുന്നു. ഇവരുടെ ധാരണ ഈ അടുത്ത ദിവസങ്ങളിൽ കൗൺസിൽ വിളിച്ചാൽ അല്ലെങ്കിൽ ഇനിയുള്ള കൗൺസിലുകൾ 3 കൗൺസിലുകൾ കഴിഞ്ഞ് മാത്രമേ ഇനി സുഗതൻ 3 കൗൺസിൽ കൂടി പങ്കെടുക്കാതിരുന്നെങ്കിൽ മാത്രമേ ഇനി പ്രശ്നമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോ നമുക്ക് ഇവരുടെ ധാരണ ഒരു കൗൺസിൽ വിളിച്ചാൽ പിന്നെ അടുത്ത കാലത്തെങ്ങും അച്ചടക്ക നടപടിയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ ഇനി ചെയ്യാൻ കഴിയുന്നത് സുഗതനെ ഇനി ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ അപ്പീലുമായി പോകാം എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊരു സമയമുണ്ടല്ലോ, സമയക്രമമുണ്ട്. ആ സമയം സുഗതന് നീട്ടി കിട്ടിയിരിക്കുന്നു. അതായത് ഇനിയിപ്പോ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീലുമായി പോകുമ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാം, സുപ്രീം കോടതിയിലേക്ക് പോകാം, ഈ നെറികേടുകൾ ചൂണ്ടിക്കാട്ടാം എന്നുള്ളതാണ്. അപ്പോൾ ഡിവിഷൻ ബെഞ്ച് സംബന്ധിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്കും പോകാം. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡിവിഷൻ ബെഞ്ചിൽ വരുമ്പോൾ സർക്കാരിന്റെ ഒരു ഭാഗം ചോദിക്കുമല്ലോ. അപ്പൊ സർക്കാരിന്റെ ഭാഗം ഒരു തരത്തിലും കോംപ്രമൈസ് ആകാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും സുഗതൻ ഇവിടെ വരരുതെന്ന് ആഗ്രഹിക്കുന്ന സർക്കാരിന്റെ ഒരു ഭാഗം കൂടി ഉള്ളതുകൊണ്ട് എന്താ സംഭവിക്കുക എന്നറിയില്ല. ഏതായാലും സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ നീതി നിഷേധിക്കപ്പെടില്ല എന്ന് തന്നെയാണ് വിശ്വാസം. അതിനിടയ്ക്ക് സുഗതന്റെ വക്കീലടക്കം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ കേസുകളുടെയും ഡീറ്റെയിൽസ് എടുക്കണം, എല്ലാ കേസുകളും എങ്ങനെയാണ് സെറ്റിൽ ചെയ്ത് അതിനുശേഷം ഈ കേസ് വരാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ അവരെന്തായാലും കോടതിയിൽ പറയും. അത് പറയുമ്പോൾ തീർച്ചയായിട്ടും സുഗതൻ ഇക്കാര്യത്തിൽ വലിയ സുപ്രീം കോടതിയിൽ നിന്ന് എന്തായാലും സുഗതൻ ഇത് റിവൈസ് ചെയ്ത് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ഇവരിപ്പോ പറയുന്നല്ലോ നാണക്കേടാണ് എന്ന്. ആർക്ക് നാണക്കേടാണെന്ന്? ആരാണ് പറയുന്നത്? കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതിയായിരുന്ന പിണറായി വിജയന്റെ ആൾക്കാർക്കോ? കാരായി രാജനെ MLA ആക്കിയ CPM-നോ? അവർക്കാണോ നാണക്കേട്? 1 ഡസൻ MLA-മാർ പല സ്ത്രീപീഡന വിഷയങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ള ഇന്നത്തെ സർക്കാരിൽ തന്നെ ഉണ്ട്. നമുക്കറിയാം സോളാർ കേസ് എങ്ങനെയാണ്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതാണെങ്കിലും മറ്റുള്ളവരെല്ലാം ചേർന്ന് എന്താണ് കാണിച്ചു കൂട്ടിയെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് ന്യായീകരിക്കാനും അതൊന്നും പറഞ്ഞിട്ട് അതല്ല നാണക്കേട്. ഒരു കേസിൽ പെട്ടു, ആ കേസിൽ 2 മുന്നണികളും ചേർന്ന് ഒരാളെ കുടുക്കിയാൽ അയാൾക്ക് സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് സുഗതന് ഇത് വലിയ ഗുണം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 20 വർഷമായി മാധ്യമ പ്രവർത്തനം നടത്തുകയും തിരുവനന്തപുരത്ത് സ്ഥിരതാമസം ഉള്ള ഒരാളുമാണ് ഞാൻ. സത്യം പറഞ്ഞാൽ BJP-യിലെ ഒരുമാതിരിപ്പെട്ട നേതാക്കന്മാരെയൊക്കെ എനിക്കറിയാം. എനിക്ക് സുഗതനെ അറിയില്ലായിരുന്നു. ഞാൻ സുഗതനെ അറിയാമെന്ന് വെച്ചാൽ അവിടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, അയാൾ സുഗതൻ എന്നാണ് പേര്. ഈ പ്രശാന്തിന്റെ അഴിമതികളൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് സുഗതനെ കൂടുതൽ പരിചിതനാക്കി മാറ്റുകയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോ VV രാജേഷിനെ കേരളം അറിയുന്നത് പോലെ, ഇന്ത്യ അറിയുന്നത് പോലെ, ലോകം അറിയുന്നത് പോലെ സുഗതനെയും ഇപ്പോൾ ലോകം അറിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ തിരുവനന്തപുരത്തെ ഒരു കൗൺസിലറെ നരേന്ദ്രമോദിക്ക് പരിചയം ഉണ്ടാവില്ല. ഇപ്പൊ മോദിജി പോലും അമിത്ഷാജി പോലും ഇപ്പോ സുഗതൻ ആരെന്ന് തിരിച്ചറിയുന്നുണ്ടാവും. ഇപ്പൊ സുഗതനെ സംബന്ധിച്ചിടത്തോളം സുഗതൻ 6 മാസം ജയിലിൽ കിടന്നാലും ഇത് വലിയ മൈലേജ് ആണ് ഉണ്ടാക്കിയത്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ സുഗതനെ എല്ലാവർക്കും പരിചിതമാക്കി കൊടുക്കുകയായിരുന്നു കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് സുഗതന് ഒരു ഇരയായി പോയ ഒരാളുടെ ഇമേജ് കൂടി, ഇരയായ ഒരു കൗൺസിലർ എന്ന ഇമേജ് കൂടിയുണ്ട്. ഈ വാഴോട്ട് കോണത്ത് എവിടെ ചെന്ന് സുഗതനെ കുറിച്ച് ചോദിച്ചാലും ജനങ്ങൾ ഏക അഭിപ്രായത്തിൽ അവരുടെ കൗൺസിലറിനെ പറ്റി നല്ലതാണ് പറയുന്നത്. തീർച്ചയായും ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ സുഗതൻ MLA ആയിട്ട് നിർത്തിയാൽ പോലും ജയിക്കുന്ന അവസ്ഥ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഉണ്ടാക്കി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലും വലിയ രസം ഇതിൽ ഒരു വേറൊരു വിഷയമുള്ളത്, UDF സർക്കാരിന് ഒരുപക്ഷെ സുഗതൻ ഈ സ്ത്രീല പറഞ്ഞതുപോലെ വലിയൊരു വിഷയമൊന്നുമല്ല, അയാൾ വലിയ താരമൊന്നും അല്ലായിരിക്കാം. പക്ഷേ ശബരിനാഥ് എന്ന മുൻ MLA-ക്ക് ഇപ്പോഴത്തെ ഒരു കവടിയാർ വാർഡ് കൗൺസിലർക്ക് ഇത്തിരി പ്രശ്നമുണ്ട്. ഈ ശബരിനാഥിന്റെ അച്ഛൻ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ സ്പീക്കറും മന്ത്രിയൊക്കെയായിരുന്നു G. കാർത്തികേയൻ സാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ മകനായ ശബരിനാഥിന് സുഗതന് മുന്നിൽ തോൽക്കേണ്ടി വരുന്നു എന്നതിൽ ഇത്തിരി നാണക്കേടുണ്ട്. അതുകൊണ്ട് ശബരിനാഥ് പരമാവധി ശ്രമിച്ച് UDF സർക്കാരിനെ കൊണ്ട് രമേശ് ചെന്നിത്തലയെ കൊണ്ടൊക്കെ സമ്മർദ്ദം ചെലുത്തിയാണ് ഈ ഒരു സുഗതനെ കാപ്പ കേസിൽ അകത്താക്കിയത്. പക്ഷെ സുഗതൻ ഇപ്പോഴും ജുഡീഷ്യൽ റിമാൻഡിലാണ്, അല്ലെ? കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ സുഗതന് സ്വമേധയാ ജയിലിൽ നിന്നും ഇറങ്ങി നേരെ നഗരസഭാ കൗൺസിൽ വന്ന് ആ കൗൺസിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ സുഗതനെ റിലീസ് ചെയ്താൽ സുഗതന് വരാം. അപ്പൊ സുഗതന്റെ തെറ്റല്ല ആ യോഗത്തിൽ പങ്കെടുക്കാത്തത്. അങ്ങനെ വരികയാണെങ്കിൽ സുഗതന്റെ ഈ മൂന്ന് തവണ പങ്കെടുത്തില്ലെങ്കിൽ കൗൺസിൽ സ്ഥാനം അയോഗ്യനാക്കപ്പെടും എന്ന ആ വ്യവസ്ഥ സുഗതന് ബാധകമല്ലല്ലോ, അല്ലേ? അല്ല, ഇനിയിപ്പോ 3 പ്രാവശ്യം കൂടി ഉണ്ട്. ഇപ്പൊ പുതിയതായി അടുത്ത 3 പ്രാവശ്യം കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു 3 പ്രാവശ്യം കൂടി വരാതിരുന്നാൽ മാത്രമേ
അയോഗ്യതയുള്ളൂ. ഇനി ഒരു പ്രാവശ്യമാണെങ്കിൽ കൂടി, കഴിഞ്ഞ 2 പ്രാവശ്യം പങ്കെടുത്തിട്ടില്ല, അതിനുശേഷം ഇപ്പോഴാണല്ലോ കൗൺസിൽ വീണ്ടും കൗൺസിലറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇനി അഥവാ അടുത്ത കൗൺസിലാണെങ്കിൽ കൂടി ഒരു പക്ഷേ ഇപ്പോ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാനും അവിടെ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോകാനുമുള്ള സാഹചര്യമുണ്ട്, സമയം കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുഗതനെ സത്യം പറഞ്ഞാൽ സുഗതനെ ഒരു പബ്ലിക് ഫിഗർ ആക്കി മാറ്റി എന്നും അതിനപ്പുറത്തേക്ക് എന്തിനായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി CPM ഈ കോർപ്പറേഷന് മുമ്പ് ഈ സമരം ചെയ്ത് സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാനായിരുന്നു. ഇന്നലെ ആ സമരം അവസാനിച്ചു. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് ഈ സമരം അവസാനിക്കുകയും ചെയ്തു. എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം? സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യാത്തതുകൊണ്ടാണോ CPM അവിടെ സമരം നടത്തിയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ സത്യത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇടതിനും വലതിനും എന്നുള്ളതാണ്. ഈ UDF ഇപ്പോ ഭരണമുള്ളത് കൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തൊക്കെ കറങ്ങി നടക്കാം നേതാക്കന്മാർക്ക്, ജയിക്കാത്തവർക്ക്. ഇപ്പൊ ശബരിക്ക് വേണമെങ്കിലും അവിടൊക്കെ ഒന്ന് ഓടിക്കേറി പോകാം. ശബരിയുടെ പ്രശ്നം ഞാൻ പറയാം. ഇനി പക്ഷെ ഇടതുപക്ഷക്കാർക്ക് പോകാൻ ഒരു വഴിയില്ല. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരുന്നാൽ ഈ വീട്ടുകാരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് രാവിലെ ഉടുപ്പുമിട്ട് നേരെ കോർപ്പറേഷന്റെ മുമ്പിൽ എല്ലാവരും കൂടി വന്നിരുന്നതാകാനേ സാധ്യതയുള്ളൂ. പക്ഷെ ഇനിയും എന്ത് സമരത്തിലേക്ക് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ചുപേര് നഗരത്തിൽ വേസ്റ്റ് തള്ളാൻ പോകും. ഇവര് സത്യാഗ്രഹം ഇരുന്നപ്പോൾ അപ്പോഴാണ് ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം MA ബേബിയുടെ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ഒരു സുപ്രധാനമായ തീരുമാനം വന്നത്, സെപ്റ്റംബറിൽ വിശാലമായ സംസ്ഥാന സമിതി ചേരും, അതിൽ തീരുമാനിക്കും ഈ നേതൃമാറ്റം സംസ്ഥാന ഘടകത്തിൽ വേണമോ, പിണറായി പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന്. ധാർഷ്ട്യമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് തോൽപ്പിക്കുക കാരണം പാർട്ടി നേതാക്കളുടെ ധാർഷ്ട്യമാണ്. നേരത്തെ തന്നെ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരുന്നു ധാർഷ്ട്യം ജനങ്ങളോട് കാണിക്കരുതെന്ന്. പിന്നെ തോൽവിക്ക് കാരണം ജനങ്ങളെ മറന്ന് പ്രവർത്തിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെ കാറ്റുപോയി. അപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി ഉടനെ MP ഗോവിന്ദൻ മാറും, പിണറായി മാറും, എല്ലാവരും മാറുന്നു മനസ്സിലായി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇവർ അപ്പോൾ തന്നെ ഇവരവിടെ നിന്നുകൊണ്ട് റിലേ സത്യാഗ്രഹം അവസാനിപ്പിച്ച് പതുക്കെ നടന്ന് തിരിച്ച് വീടുകളിലേക്ക് പോയത്. അതാകാൻ സാധ്യതയുണ്ട്. കാരണം ഇനി രക്ഷിക്കാൻ ആരുമില്ലല്ലോ. CPM ഇനി ആരാകും അടുത്ത ചിന്ത എന്ന് പറഞ്ഞാൽ ജില്ലാ നേതാക്കൾക്ക് പോലും ഇനി സംസ്ഥാന സെക്രട്ടറി ആകണം. അപ്പോൾ എങ്ങനെ ആകാം, അതാണ് ഇനി അവരുടെ ചിന്ത. തീർച്ചയായിട്ടും അതും ഉണ്ടാവും ഒരു കാരണം. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ വേറെ മറ്റു പണികളൊന്നുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുറച്ച് സഖാക്കൾ രാവിലെ എഴുന്നേറ്റ് എവിടെയെങ്കിലുമൊക്കെ മാലിന്യം തള്ളാൻ പോകും. എല്ലാ വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കും. എന്നിട്ട് VV രാജേഷ് നഗരം ക്ലീൻ ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടി കുറച്ച് പേരുടെ പണി രാവിലെ എണ്ണീറ്റ് മാലിന്യം ശേഖരിക്കുക, എവിടെയെങ്കിലും കൊണ്ട് തള്ളുക എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ അടുത്ത പണി വേറെ കുറച്ച് തെരുവ് നായ്ക്കളെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തീറ്റ കൊടുത്ത് വളർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഇനി നിലനിൽപ്പുള്ളൂ. കാരണം രാജേഷിന്റെ ഭരണം മോശമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണമല്ലേ നമ്മൾ കണ്ടത്. CPM-മായി ബന്ധമുള്ള CPM-ന്റെ ഏറ്റവും അടുത്ത ഒരു പ്രവർത്തകനായിരുന്ന ഒരാൾ കൊണ്ടുവന്ന് മാലിന്യം തള്ളിയത് അടുത്ത ദിവസം പിടിക്കപ്പെട്ടില്ലേ. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അങ്ങനെയൊക്കെ CPM-ന് കഴിഞ്ഞുകൂടാൻ കഴിയുകയുള്ളൂ. ഏതായാലും CPM-ന് ഇനി ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം BJPക്ക് വലിയ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തിരുവനന്തപുരത്ത് ഒരു അഴിമതിരഹിത പ്രതിച്ഛായയും തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ ഭരണവും മെച്ചപ്പെട്ടു വന്നാൽ തീർച്ചയായിട്ടും BJPക്ക് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു പക്ഷേ സുഗതനും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ പല കൗൺസിലർമാരും, സുഗതൻ മാത്രമല്ല, ഈ പ്രത്യേകിച്ച് VV രാജേഷ് ഒരു മുഖ്യമന്ത്രി മെറ്റീരിയൽ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ VD സതീശനെ അറിയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് കിട്ടുന്ന ജനപ്രീതിയേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇമേജും ജനപ്രീതിയും ഉള്ള ഒരാളാണ് VV രാജേഷ്. അതുപോലെയാണ് ഇപ്പൊ പറയപ്പെടുന്ന സുഗതനെ ഇതുപോലെ തന്നെ നാട്ടുകാർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല കൗൺസിലർമാരും തിരുവനന്തപുരത്തിന് അപ്പുറത്തേക്ക് വേറെ ഒരു സ്ഥലത്ത് ഏതെങ്കിലും കൗൺസിലറെ നമുക്കറിയാമോ? ഒരു സ്ഥലത്ത് ഒരു കൗൺസിലറെ നമുക്കറിയില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു 5 കൗൺസിലർമാരുടെ പേര്, ഏറ്റവും കുറഞ്ഞത് 5 കൗൺസിലർമാരുടെ പേര് കാസർഗോഡ് ഇരിക്കുന്ന ആൾക്കാർക്കും അറിയാമെന്നുള്ളതാണ്. അപ്പോ അത്ര നല്ല ലീഡേഴ്സ്, അത്ര നല്ല നേതാക്കന്മാർ തിരുവനന്തപുരത്ത് ഉണ്ടായി വരുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ആ ടെമ്പോ നിലനിർത്തിക്കൊണ്ട് പോയാൽ ഈ ജനപ്രതിനിധികൾ അതേപോലെ തന്നെ അവരുടെ ചടുലതയും അവരുടെ പ്രവർത്തന മികവും നീട്ടിക്കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇപ്പോഴുണ്ടായ രാഷ്ട്രീയ മാറ്റമല്ല ഇപ്പോ. VV രാജേഷും കഴിഞ്ഞ തവണയും കൗൺസിലർ ആയിരുന്നു, പൂജപ്പുര കൗൺസിലർ ആയിരുന്നു. VV രാജേഷിനെയും അധികം ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഇത്തവണ ആര് ശ്രീലേഖ മേയറാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇത്തവണ VV രാജേഷിനെ മേയറാക്കാൻ BJP തീരുമാനിച്ചപ്പോൾ ഞെട്ടിയത് മാരാജി ഭവനിലെ ഒരു മുറിയിലിരുന്ന ഒരാളാണ്, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അദ്ദേഹം ആ കസേരയിൽ നിന്ന് ഞെട്ടി വിറച്ചു. കാരണം അദ്ദേഹത്തിന്റെ ശത്രുവായിരുന്നു ഈ VV രാജേഷ്.
വി വി രാജേഷിനെ എങ്ങനെയൊക്കെ ചവിട്ടി താഴ്ത്താമോ അങ്ങനെയൊക്കെ പരമാവധി ചവിട്ടി താഴ്ത്തി വി വി രാജേഷ് ഒടുവിൽ എങ്ങനെയോ കഴിഞ്ഞ ടൈമിൽ പൂജപ്പുരം ജയിച്ചു വന്ന് ഇത്തവണ കൊടുങ്ങാനൂരിൽ നിന്നും ഈ സുഗതന്റെ തൊട്ട് മുകളിലുള്ള വാർഡാണ് കൊടുങ്ങാനൂർ. അതാണ് ഞാൻ പറയുന്നത്. വി വി രാജേഷിന്റെ ഒരു നേതാവ് എന്ന രീതിയിൽ ഏറ്റവും വലിയ ഗുണം വി വി രാജേഷ് ഇന്നലെ പറഞ്ഞൊരു വാചകത്തിലുണ്ട്. അതായത് വാഴോട്ടുകോണംകാർക്ക് ഒരു കൗൺസിലർ ഉണ്ട്, ആ കൗൺസിലർ ജയിലിലാണെങ്കിലും ഒരു കുറവും വാഴോട്ടുകോണം വാർഡിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് തന്റെ കൗൺസിലിലെ മുഴുവൻ അവിടെ യാതൊരു തരത്തിലുള്ള ഗ്രൂപ്പിസും ഇല്ല. നോക്കൂ, രാജേഷ് എന്ന നേതാവിന്റെ ഗുണം ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയാണ്. രാജേഷ് ഒരു അധികാര സ്ഥാനത്തെത്തും. ഞാൻ പറയുന്നത് അതാണ്. പലർക്കും പല ഗ്രൂപ്പുകളും ഒക്കെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിൽ ഒരു അധികാര സ്ഥാനത്തെത്തുമ്പോൾ ഒരിക്കലും ഗ്രൂപ്പോ ഫേവറിറ്റിസമോ ഉണ്ടാകരുത്. അപ്പോൾ അവിടെ ഗ്രൂപ്പ് ഓഫ് ഫേവറിറ്റിസം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. അതാണ് ഈ പറയപ്പെടുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ. അവിടെ ഒരു പക്ഷേ രാജേഷ് ചേട്ടനേക്കാൾ സീനിയർ ആയിട്ടുള്ള വി വി രാജേഷിനേക്കാൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പലരും ആ കോർപ്പറേഷനിൽ, ഈവൻ വി വി ഗിരി പോലും ഒരു പക്ഷേ മേയർ ആവേണ്ട ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ്. വി വി ഗിരിയാണ്, കരമന അജിത്ത്, അതുപോലുള്ള പലരുമുണ്ട്. പക്ഷെ അവരെല്ലാവരും വി വി രാജേഷിനോടൊപ്പം ചേർന്ന് നിന്ന് വളരെ നന്നായി അവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയധികം ഗുണം ആ കോർപ്പറേഷൻ ഉണ്ടാകും, ആ ഭരണസമിതിക്ക് ഉണ്ടാകും. ബി ജെ പിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടതായി വരുന്നില്ല. അതായത് കോർപ്പറേഷനിലെ പ്രശ്നങ്ങളോ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അവിടുത്തെ കൗൺസിലർമാരുടെ പ്രശ്നങ്ങളോ കൗൺസിലർമാർ തമ്മിലുള്ള തർക്കമോ ഒന്നും പ്രശ്നങ്ങളായി വരികയോ അത് പരിഹരിക്കേണ്ടതായോ സംസ്ഥാന നേതൃത്വത്തിന് വരുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വി വി രാജേഷിന്റെ മികവ് അവിടെയാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ വി വി രാജേഷിനെ ഞാൻ വിലയിരുത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അത്തരം രാഷ്ട്രീയ നേതാക്കന്മാർ വന്നെങ്കിലേ രാഷ്ട്രീയത്തിന് ഗുണമുണ്ടാവുകയുള്ളൂ. ഏതെങ്കിലും പല ഗ്രൂപ്പുകളും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായാലും ഒരുമിച്ച് വരുമ്പോൾ ഒരു കൂട്ടുത്തരവാദിത്വം എന്ന രീതിയിൽ അവർക്ക് പറ്റിയ പദവികൾ വീതിച്ചു കൊടുക്കുകയും കൂട്ടുത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു കൗൺസിലറുടെ വിജയം ഉണ്ടാകുന്നത്. ഇപ്പൊ ഒരു സ്ഥാപനത്തിലാണെങ്കിലും, ഇപ്പോ ഞാനൊരു സ്ഥാപനത്തിന്റെ മേധാവിയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്ഥാപനത്തിൽ എന്നേക്കാൾ കുറഞ്ഞ അല്ലെങ്കിൽ എന്നേക്കാൾ ക്വാളിറ്റി കുറഞ്ഞ ആൾ വേണമെന്നല്ല എന്റെ ചിന്ത. എന്നേക്കാൾ ക്വാളിറ്റി ഉള്ള ആൾക്കാരും എന്നേക്കാൾ കഴിവുള്ള ആൾക്കാരും വിവിധ തരത്തിൽ കഴിവുള്ള ആൾക്കാരും വന്ന് എന്റെ സ്ഥാപനം മെച്ചപ്പെടുമ്പോൾ ഡയറക്ട്ലി പേര് വരുന്നത് എനിക്ക് തന്നെയാ, വേറൊരാൾക്കല്ല. ആ യാഥാർത്ഥ്യമാണ് കേരളത്തിലെ BJP നേതാക്കൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഏതൊരു സ്ഥാപനവും വളരുമ്പോൾ അത് ലീഡ് ചെയ്യുന്ന ആൾക്കാണ് അതിന്റെ ക്വാളിറ്റി ഉണ്ടാകുന്നത്. മറ്റുള്ളവർ അവരോടൊപ്പം വളരുകയും ചെയ്യും. അതിന് കുശുമ്പും കുന്നായ്മയും കുത്തിത്തിരിപ്പും ഒന്നും എടുത്തിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വി വി രാജേഷിന്റെ ഗുണം അവിടെയാണ്. യഥാർത്ഥത്തിൽ വി വി രാജേഷ് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ ഒരുപക്ഷെ BJP-യിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റിയ ഒരാളായി ഒരു നല്ല രാഷ്ട്രീയക്കാരനായി വി വി രാജേഷ് മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോ ഇത് പറയുമ്പോൾ ഇനി ഞാൻ വി വി രാജേഷിന്റെ ഗ്രൂപ്പാണ്, വി വി രാജേഷിന്റെ ഗ്രൂപ്പ് ഉണ്ടോ എന്തോ, വി വി രാജേഷിന്റെ ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം ഞാനൊരു വാർത്ത കൊടുത്തതിന്റെ BJP-യിലെ ചില അഴിമതിക്കാരെ ചൂണ്ടിക്കാട്ടി എന്നതിന്റെ പേരിൽ വലിയ ആക്ഷേപങ്ങൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൽപര കക്ഷികൾ തന്നെ പലർക്കും പണം കൊടുത്തുകൊണ്ട് എനിക്കെതിരെ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മീഡിയ സെല്ല് ചോദിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ. ഏതായാലും ഞാൻ അത്തരത്തിലുള്ള മണ്ടത്തരം ഒന്നും കാണിക്കില്ല. ഏതെങ്കിലും നേതാവിന്റെ റിലീസ് എഴുതാനുള്ള ആ ആളല്ല ഞാനെന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. വെറുതെ ഇരുന്ന് റിലീസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാകാനല്ല എന്നെ ജേർണലിസം പഠിപ്പിച്ചതും എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ, ഞാൻ ആ വിഷയത്തെക്കുറിച്ച് അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ വ്യാജ പ്രചരണങ്ങൾ തന്നെയാണ്. അപ്പൊ ഏതായാലും പ്രചരണങ്ങൾ നടക്കട്ടെ. പക്ഷെ ഞാൻ ഒരിക്കലും BJP-യുടെ ഐഡിയോളജിയെ പറയുക, BJP-യുടെ നല്ല കാര്യങ്ങളെ പറയുകയും ചെയ്യും. പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് തുറന്നു കാട്ടുകയും ചെയ്യും. അതിൽ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവുമില്ല. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി വിവിധ മാധ്യമങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള, മാധ്യമ പ്രവർത്തനം ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള, മാധ്യമ പ്രവർത്തനം അതായത് ട്രെയിനി മുതൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ള, ഇവിടെ വരെ എത്തിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് ഞാൻ. അപ്പൊ എന്റെ മാധ്യമ പ്രവർത്തനത്തിന്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ വാർത്ത ശേഖരിക്കുന്നുവെന്നോ, ഞാൻ വാർത്ത ശേഖരിച്ചാൽ അത് എങ്ങനെയാണെന്നോ, BJP-യുടെ ഓഫീസിൽ എന്നെ കയറ്റരുതെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ ആർക്കും ഇവിടെ അവകാശമില്ല. BJP-യുടെ ഓഫീസിൽ നാളെയും ഞാൻ കയറും. ഞാൻ അവിടെ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. എങ്കിൽ ഇന്ന് പോയി കയറി ഞാൻ BJP-യുടെ ഓഫീസിൽ. അത് ആരുടെയും കുടുംബസ്വത്തൊന്നുമല്ല. വാർത്ത കൊടുത്തു എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു പാർട്ടി BJP-യാണ്. അപ്പൊ BJP ഇത്തരത്തിൽ നരേന്ദ്രമോദിക്കെതിരെ നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടിയ ഡൽഹിയിലെ ആം ആദ്മി ആയിരുന്ന MLA ഇന്ന് BJP-യുടെ കേന്ദ്രമന്ത്രിയാണ്.
അപ്പൊ അതുകൊണ്ട് ബി ജെ പിക്ക് അത്തരത്തിലുള്ള ഒരു രീതിയും ഇല്ല എന്ന് കേരളത്തിലെ ലൊട്ടിലൊടുക്ക് നേതാക്കന്മാർ മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തനം നടത്തി എന്തെങ്കിലും ഒരു വാർത്ത കൊടുത്തു എന്നതിന്റെ പേരിൽ കേന്ദ്രത്തിൽ, അതായത് കേരള ബി ജെ പിയിൽ അത്തരത്തിലുള്ള ബാനിങ്ങും അങ്ങോട്ട് കയറുന്ന, എന്നോട് അങ്ങോട്ട് കയറണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ ബാൻ ചെയ്യുന്നു എന്ന രീതിയിൽ അല്ലെങ്കിൽ പല രീതിയിലുള്ള പരിപാടികളൊക്കെ ഇവർ നടത്തി നോക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കും. പക്ഷെ അത് അത്തരത്തിലുള്ള രീതികളൊന്നും എങ്ങും ഒരിടത്തുമില്ല. ഇപ്പോഴും വാർത്ത കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഞാൻ വാർത്ത കൊടുത്ത എന്താണ്? ബി ജെ പിയിൽ ഉണ്ടായ നടപടികളെ കുറിച്ച് മാത്രം. ചില അഴിമതികൾ ഉണ്ടായതിന്റെ പേരിൽ ബി ജെ പിയിൽ നടപടി ഉണ്ടായി എന്നാണ് ഞാൻ വാർത്ത കൊടുത്തത്. അതിന്റെ ഓഡിയോയും അതിന്റെ റെക്കോർഡുകളും ആക്കാൻ പുറത്തുവിട്ട് ആരെ കുറിച്ചും അന്വേഷണമില്ല. എന്നെ കുറിച്ച് മാത്രമാണ് അന്വേഷണം. എന്നെ മാത്രമാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ആ ബി ജെ പി ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്ന് അവിടെ നിന്ന് പലരും ബൈറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ. ആ ബി ജെ പി ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്ന് ആങ്കർ പോർഷൻ എടുക്കുന്ന ആങ്കർമാരെ കണ്ടില്ലേ? ഇൻട്രോ എടുക്കുന്ന കണ്ടിട്ടില്ലേ? അവിടെ നിന്ന് റിപ്പോർട്ടർമാര് സൈൻ ഓഫ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? സൈൻ ഓഫ് ചെയ്യുന്ന ബി ജെ പി ഓഫീസിന്റെ മുന്നിൽ നിന്നാണ് സൈൻ ഓഫും കൊടുക്കുന്നത്. അപ്പൊ അതിനൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് എനിക്കുള്ളത്. അപ്പോ വിവരങ്ങൾ അറിയാവുന്നത് കൊണ്ടും സത്യം പറയുന്നത് കൊണ്ടും എന്നെ ക്രൂശിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നെങ്കിൽ അതിൽ ഒട്ടും വഴങ്ങുന്ന ഒരാളേ അല്ല ഞാൻ. അതുകൊണ്ട് ആ ക്രൂശിക്കലൊന്നും വേണ്ട. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആർക്കെങ്കിലുമൊക്കെ പൈസ കിട്ടി, ആരെങ്കിലുമൊക്കെ എന്റെ ശത്രുക്കളെ കൂട്ടുപിടിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകളൊക്കെ വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഇപ്പോ അനൂപ് ആന്റണിയെ കുറിച്ച് ഒരു പരാമർശം നമ്മുടെ ചാനലിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഷോൺ ജോർജിനെ കുറിച്ച്, ഷോൺ ജോർജ് നല്ല നേതാവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ പരാമർശങ്ങളൊന്നും ഉണ്ടാകാത്ത അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ പലപ്പോഴും പലരും എന്നോട് ഒന്ന് രണ്ട് പേര് വിളിച്ചു പറഞ്ഞു, ഇത്തരത്തിൽ അവരെയൊക്കെ കൂടി പിടിച്ച് ഇതിനകത്ത് ഇട്ടുകൊണ്ട് അവരെയൊക്കെ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന തൽപര കക്ഷിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞത് അവിടുത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ അഴിമതിയെ കുറിച്ചാണ്. സംസ്ഥാന സെക്രട്ടറി അഴിമതി കാണിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്ത അവിടുത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക്, സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക്. അതാണ് ക്ലാരിറ്റിയോടുകൂടി പറയുന്നത്. ജനറൽ സെക്രട്ടറിക്കാണ്. അദ്ദേഹമാണ് ഈ വനിതയെ അവിടെ കൊണ്ടുവന്ന് വച്ചത്. അദ്ദേഹം അറിയാതെ അവിടെ ഒരു ഇല പോലും അലങ്ങില്ല എന്ന യാഥാർത്ഥ്യ ബോധത്തെ കുറിച്ച് മാത്രമേ ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളൂ. വേറൊരു നേതാവിനെ പറഞ്ഞിട്ടില്ല. ഇപ്പോ എന്റെ പിറകിൽ ശോഭാ സുരേന്ദ്രനാണെന്ന് പറയുന്നു, ഇടക്കാലത്ത് സുരേന്ദ്രനായിരുന്നു എന്ന് പറയുന്നു, ഇടക്കാലത്ത് കൃഷ്ണദാസ് ആണെന്ന് പറയുന്നു, കൃഷ്ണകുമാറും ഭാര്യ മിനി കൃഷ്ണകുമാറുമാണെന്ന് പറയുന്നു. എന്റെ പുറകിലും മുമ്പിലും ഒന്നും ആരും വേണ്ട. ഇവർക്ക് ആർക്കും എന്റെ അത്രയും ചങ്കൂറ്റം ഇല്ലാത്ത ആളാ. അതാണ് അതിലും വലിയ രസം. ഇവർക്ക് ആർക്കും ഇത്തരം വിഷയങ്ങൾ തുറന്നു പറയാനുള്ള ചങ്കൂറ്റമില്ലാത്ത ഇവരെ എന്റെ പുറകിൽ നിൽക്കുന്ന ആളുകളാക്കി ചിത്രീകരിക്കുക. ഈ ഒരൊറ്റ നേതാക്കന്മാർക്ക് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് തുറന്ന് സംസാരിക്കാനുള്ള യാതൊരു ധൈര്യവുമില്ലാത്ത ആളാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മുടെ മുനമ്പത്തെ വിഷയമടക്കം അതിൽ ഷോൺ ജോർജ് എന്ന ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അദ്ദേഹം 1 വർഷമായി ഷോൺ ജോർജ് ആ പദവിയിലെത്തിയിട്ട്, പക്ഷെ അതിനു മുമ്പ് തന്നെ ഷോൺ ജോർജിനെ എനിക്ക് നല്ല രാഷ്ട്രീയ നേതാവ്. ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജിന്റെ മകനാണ്, രാഷ്ട്രീയം കണ്ടു വളർന്ന ഒരാളാണ്. ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല അഭിപ്രായമാണുള്ളത്. എല്ലാ വിഷയങ്ങളിലും, ഏതൊക്കെ വിഷയങ്ങളിലും ഷോൺ ജോർജ് ഇടപെട്ടുള്ള വിഷയം, മുനമ്പം വിഷയമാണെങ്കിലും അത് കഴിഞ്ഞ് വീണ വിജയന്റെ വിഷയമാണെങ്കിലും അദ്ദേഹം അതിനോടൊപ്പം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ വളരെ നന്നായി പ്രവർത്തിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ്. എന്തിനാണ് അദ്ദേഹത്തെയൊക്കെ ഇതിൽ പിടിച്ചിരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്റെ സഹോദരി പാലായിലാണ് അന്ന് താമസിച്ചിരുന്നത്. എന്റെ സഹോദരിയുടെ മകൻ പാലയിൽ എൻട്രൻസ് കോച്ചിങ് പഠിക്കുകയായിരുന്നു. അപ്പോ എന്റെ സഹോദരി എന്നോട് പലവട്ടവും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല വർക്കാണ് പാലയിൽ നടക്കുന്നത്. അവിടെ യാതൊരു തരത്തിലുള്ള കുറവോ കൊടിക്കോ തോരണങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവ് കണ്ടിട്ടില്ല. എന്റെ അനിയത്തി എന്നോട് ആവർത്തിച്ച് പറഞ്ഞിരുന്ന ആ വർക്ക് കണ്ടിട്ട് ഷോൺ ജോർജ് ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അവൾ സ്ഥിരമായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അവിടുത്തെ പൾസ് നന്നായി അറിയാം. എന്തിനാണ് ഈ ഷോൺ ജോർജിനെയും അനൂപ് ആന്റണിയൊക്കെ പിടിച്ച് ഇതിനകത്തിടുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് വളരെ കൃത്യമായി തന്നിലേക്ക് വരുന്നു എന്ന് കാണുമ്പോ കൂടെയുള്ളവരുടെ ഒക്കെ അദ്ദേഹത്തെ ചെളി തെറിപ്പിച്ച് എല്ലാവരും കുഴപ്പക്കാരാണ് എന്ന് സ്ഥാപിച്ച് ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നു, അതുവഴി പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രക്ഷപ്പെടാനുള്ള തന്ത്രമാണ്. ഏതായാലും സുഗതന്റെ കാര്യത്തിലാണെങ്കിലും ഈ കാര്യത്തിലാണെങ്കിലും എന്റെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തമാണ്. അഴിമതിക്കാരോട് മാത്രം, അഴിമതി ചെയ്യുന്ന ആളോട്, അതും പാർട്ടിയെ കാർന്നു നിന്നുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി രാജേഷ് ഇപ്പോൾ നല്ല രീതിയിലാണ് ഭരണം നടത്തിക്കൊണ്ടു പോകുന്നത്. നാളെ വി രാജേഷ് അതിൽ എന്തെങ്കിലും ഭംഗം വരുത്തിയാൽ, പ്രവർത്തകരോട് അഹങ്കാരവും ഹൂങ്കും കാണിച്ചാൽ, പ്രവർത്തകരോട് ഏതെങ്കിലും തരത്തിലുള്ള ബാക്കിയുള്ള ഏതെങ്കിലും ആവശ്യത്തിനായി ചെല്ലുന്ന ജനങ്ങളോട് ഏതെങ്കിലും രീതിയിൽ മോശമായി പെരുമാറിയാൽ, ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ, അഴിമതി കണ്ടുപിടിച്ചാൽ നാളെ അതും ഞാൻ പറയും.
അതെന്റെ മാധ്യമപ്രവർത്തകൻ. ഞാൻ മാധ്യമപ്രവർത്തനം പഠിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. കോളേജിൽ പഠിക്കുമ്പോഴേ ഞാൻ മാധ്യമപ്രവർത്തകയാകണമെന്ന് ആഗ്രഹിച്ച ഒരാൾ. അങ്ങനെ മാധ്യമപ്രവർത്തനം പഠിച്ചു വന്നൊരാളാണ്. അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ട് അതുവഴി ഓടി വന്ന് വീണ് കിട്ടിയ ഭാഗ്യത്തിന് എന്തെങ്കിലും ഒരു വാർത്ത വായിച്ച് ഓൺലൈൻ മാധ്യമപ്രവർത്തനം ചെയ്ത ഒരാളല്ല ഞാൻ. ഞാൻ മാധ്യമപ്രവർത്തകയാകണമെന്ന് ആഗ്രഹിച്ച് മാധ്യമപ്രവർത്തനം ഇഷ്ടത്തോടെ തെരഞ്ഞെടുത്ത ഒരാളാണ്. അഴിമതിക്കെതിരെ ഞാൻ എന്ത് പഠിച്ചോ, എന്റെ ജേർണലിസം ക്ലാസ്സിൽ ഞാൻ എന്താണോ പഠിച്ചത്, പ്രതിപക്ഷമായി, സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷമായി എന്ന് നിലകൊള്ളാനും ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മം എല്ലായിടത്തും നിർവഹിക്കാനും പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിന്റെ പേരിൽ എന്നെ ഏതെങ്കിലും രീതിയിൽ എന്നെ കുറിച്ച് മോശം പറയാനും എനിക്കെതിരെ വാർത്ത ചെയ്യാനും ഒക്കെ ശ്രമിച്ച ചെയ്യുന്നതിന് മറുപടി അർഹിക്കാത്തവർക്ക് ഞാൻ മറുപടി പോലും പറയില്ല. അതാണ് അതിന്റെ കാര്യം. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ഒരു ചാനലിന്റെ ഒരു വാർത്ത ന്യൂസ് റീഡർ, വെറും ന്യൂസ് റീഡറിന്റെ ഒരു അന്നം പറച്ചിൽ കണ്ടു. അതായത് ഞങ്ങൾ അങ്ങനെ ചെയ്തതല്ല, ഞങ്ങൾക്ക് ഓർമ്മയുണ്ടോ കർമ്മ ന്യൂസ്, നമുക്കെതിരെ അവർ പിൻവലിച്ചു. എന്നിട്ട് കഴിഞ്ഞ ദിവസം അത് ആരോ എഴുതി, നമ്മൾ പറഞ്ഞല്ലോ BJP ആസ്ഥാനത്ത് നിന്ന് എഴുതി കൊടുത്ത ആ വാക്കുകളാണ് ചടപടയുന്ന ആ വനിതാ ന്യൂസ് റീഡർ വായിച്ചു തീർത്തത്. ഒറ്റ ശ്വാസത്തിലൊക്കെ വായിച്ചു തീർക്കുകയായിരുന്നു. ഒരു ജോലി ചെയ്ത് തീർക്കുന്നത് പോലെ, മഴ പെയ്ത് തീർന്നത് പോലെ വായിച്ചു തീർത്തിട്ട് അവരൊക്കെ പോയി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം കിടന്ന് മെഴുകി അതിന്റെ മറ്റൊരു വാർത്താ അവതാരകൻ, ഞങ്ങളത് കൊടുത്തു, അപ്പോൾ ഞങ്ങൾക്കാരും തന്നതല്ല, പക്ഷെ അദ്ദേഹം എഴുതി, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. അവിടെ തപ്പിപ്പറക്കി ഇത് ഗ്യാപ്പ് ഇട്ട് സ്പേസ് ഇട്ട് ബ്രേക്ക് ചവിട്ടി ഗിയർ മാറി അങ്ങനെയൊക്കെയാണ് ആ പുള്ളി വാർത്ത അവതരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം പറയുന്നത് അവർ ഞങ്ങളോട് പറഞ്ഞു അത് പിൻവലിച്ചേക്കാൻ പറഞ്ഞു, കാരണം അത് കഴിഞ്ഞു. അതൊക്കെ എന്ത് ന്യായമാണ്? അതെ, ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ന്യൂസ് ബ്രേക്കിംഗ് എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. പക്ഷെ അത് പിൻവലിച്ചു തന്ന ആൾക്കാർ പറഞ്ഞു പിൻവലിക്കാം. അപ്പൊ ആരെങ്കിലും കൊടുക്കുന്ന എന്തെങ്കിലും ഒരു 4 വരി എടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് നാണമില്ലേ ഇവർ? കാരണം അവര് പിൻവലിച്ചു. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ മാധ്യമപ്രവർത്തനം പഠിച്ച ഒരാളാണ്. ഈ രണ്ടാമത് വന്ന ആദ്യത്തെ പെൺകുട്ടി എനിക്ക് അറിയില്ല മാധ്യമപ്രവർത്തനം പഠിച്ചാണ്. രണ്ടാമത്തെ ആളെ എനിക്ക് അറിയാം. അയാൾ മാധ്യമപ്രവർത്തനം ഒക്കെ പഠിച്ച ആളാണ്. പക്ഷെ അയാളുടെ ചില സമയത്ത് അയാളുടെ നീക്കങ്ങളും ചില കാര്യങ്ങളും ഒന്നും നമുക്ക് ദഹിക്കാവുന്നതല്ല. അത് പോട്ടെ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ 1 മണിക്കൂർ ശേഷം, മാധ്യമപ്രവർത്തനം പഠിച്ചതായതുകൊണ്ട് ഞാൻ തന്നെ ചോദിക്കുകയാണ്, ഒരു വാർത്ത 1 മണിക്കൂറിനുള്ളിൽ, അതായത് എക്സ്ക്ലൂസീവ് വാർത്തയാണ്, ഇപ്പോൾ നടപടി എടുക്കുന്നു, എല്ലാം ചോർത്തി തന്നത് ആളാണ്, കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ ഈ എക്സ്ക്ലൂസീവ് വാർത്ത മാഞ്ഞു പോയെന്നാ പറയുന്നത്. നിലപാടങ്ങ് മാറിയത്രേ. അതായത് ഈ 1 മണിക്കൂറിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി ഇത് നടന്നിട്ടില്ലെന്ന് കണ്ടെത്തി 1 മണിക്കൂറിനുള്ളിൽ മാഞ്ഞുപോയി. ആ പെട്ടെന്ന് നടപടി ഇല്ലാതായിരുന്നു. അതായത് ഞാൻ മനസ്സിലാക്കി, എനിക്ക് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടി, അത് എഴുതി കൊടുത്ത വാർത്തയാണെന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയപ്പോഴാണ് ആ വാർത്ത പിൻവലിക്കാനുള്ള കാരണം ഉണ്ടായത്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. മാത്രമല്ല നിയമ നടപടിക്ക് പോകുന്ന ഈ കൃഷ്ണദാസ് പറയുകയും ചെയ്തു. ആ വാർത്ത വേറൊരു രൂപത്തിൽ ഈ മാധ്യമ പ്രവർത്തകന്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് ഈ വാർത്ത വേറൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നുവെന്ന് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനത് അയാളുടെ വാർത്ത കേൾക്കാത്തതുകൊണ്ട്, അതിനെക്കുറിച്ച് ഞാൻ കേൾക്കാനും കാണാനും പോകാറില്ലാത്തതുകൊണ്ട് എനിക്കത് വിഷയമല്ല. വേറൊരു ആംഗിളിൽ അവതരിപ്പിക്കുന്നുവെന്ന്, അതായത് കൃഷ്ണദാസ് തന്നെയാണ് എനിക്ക് ചോർത്തി തന്നതെന്ന്, ആ കൃഷ്ണദാസ് ആണ് എനിക്ക് ഈ വാർത്ത ചോർത്തി തന്നതെന്ന് ഏതെങ്കിലും ഒരാൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ അന്ന് ഞാൻ എന്റെ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കും. പൊതുപ്രവർത്തകരോട് ഞാൻ പറയുകയാണ്, ഈ വാർത്തയിൽ ഏതെങ്കിലും എന്റെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഡോക്യുമെന്റിൽ ഒരെണ്ണമെങ്കിലും കൃഷ്ണദാസ് എനിക്ക് ചോർത്തി തന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ എന്റെ മാധ്യമ പ്രവർത്തകർ, കാരണം അദ്ദേഹത്തെ പോലെ ഒരു സത്യസന്ധനായ ഒരാളെ, ഞാൻ ഈ വിഷയത്തിൽ ഒരു വിശദീകരണം, ഒരു റിപ്പോർട്ടർ വാർത്ത ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് മറ്റ് വിശദീകരണങ്ങളുടെ ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തെ പോലെ സത്യസന്ധനായ ഒരാളെ അനാവശ്യമായി വലിച്ചു കീറി ഒട്ടിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് ഞാൻ പറയുന്നത്. കൃഷ്ണദാസ് എനിക്ക് ഏതെങ്കിലും രീതിയിൽ ഈ വാർത്ത ചോർത്തി തന്നു എന്ന് ബോധ്യപ്പെടുത്തിയാൽ ആ നിമിഷം എന്റെ മാധ്യമ പ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കുമെന്ന് എന്റെ പ്രേക്ഷകരെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്. വെറുതെ അദ്ദേഹത്തെ പിടിക്കുക, അദ്ദേഹത്തിനെയോ ആ പാലക്കാടുള്ളവരെയോ ശോഭാ സുരേന്ദ്രനെയോ ഒന്നും പിടിക്കേണ്ട കാര്യമില്ല. ഇത് എനിക്ക് മറ്റു ചില സോഴ്സുകളിൽ നിങ്ങൾ വിശ്വസനീയ നിങ്ങൾ വിചാരിക്കുന്ന സോഴ്സുകളൊന്നും അവിടെ നിന്ന് കിട്ടിയതാണ്. അത് എനിക്ക് പറയാനൊട്ട് താല്പര്യവുമില്ല. കോടതിയിൽ ആവശ്യമുണ്ടെങ്കിൽ എന്ത് രേഖയാണെന്ന് നിങ്ങൾ കോടതിയിൽ വരും, നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എന്റെ കയ്യിലിരിക്കുന്ന രേഖ എന്താണെന്ന്. നിങ്ങൾ കേസുമായി വരുമ്പോൾ ഞാനത് എന്താണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസ് ചെയ്തോളാം. ഏതായാലും BJP ഓഫീസിന്റെ ഓഡിറ്റ് റിപ്പോർട്ടോ അല്ലെങ്കിൽ അതുണ്ട് ഇതുണ്ട് എന്ന് എന്റെ കയ്യിലുണ്ട് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത്, അത് എന്തായാലും എന്റെ കയ്യിലുള്ള രേഖ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത എനിക്കുണ്ട്. എന്ത് രേഖയാണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഏതായാലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ. വിശുദ്ധ പശുക്കൾ, ഞാനതാണ് പറയാൻ പോകുന്നത്.
വിശുദ്ധ പശുക്കൾ എന്തിനാണ് ഇത്ര വെപ്രാളം പിടിക്കുന്നത്? ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ ഇത്ര വെപ്രാളം പിടിച്ച് എനിക്കെതിരെ 3-4 വാർത്തയായിപ്പോ? എന്തിനാ വാർത്ത ചെയ്യിപ്പിക്കുന്നത്? അങ്ങ് പറഞ്ഞാ പോരെ, എനിക്ക് എന്റെ സത്യം അറിയാവുന്നിടത്തോളം കാലം ഞാൻ മിണ്ടില്ല എന്നങ്ങ് പറഞ്ഞാ പോരെ. എന്നെ കുറിച്ച് ആരോപണം ഉന്നയിച്ചു ചോദിക്കുക, ഞാൻ അനങ്ങൂല. എന്നെ കുറിച്ച് 1000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു ചോദിക്കുക, ഞാൻ മിണ്ടില്ല. കാരണം ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് ഞാൻ മിണ്ടേണ്ട കാര്യമേ എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങളിൽ ഇത്ര വറീഡാവുകയും ഇത്ര പ്രതിരോധിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് കുറ്റം ചെയ്തുകൊണ്ട് തന്നെയാണ്. അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആരെയെങ്കിലും വിട്ട് എന്നെ കുറച്ച് ഏതെങ്കിലും രീതിയിൽ സൈബർ അറ്റാക്ക് നടത്താമെന്നോ എന്റെ ശത്രുക്കളെ ഉപയോഗിച്ച് എനിക്കെതിരെ കളിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ വെറുതെയാ. ശത്രു തന്നെ പരാജയപ്പെട്ടു പോയ ശത്രുവാണ്. പലവട്ടം പരാജയപ്പെട്ടു പോയ ശത്രുവിനെ മുൻനിർത്തി കളിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഈ ജേർണലിസം പഠിപ്പിച്ച ഗുരുക്കന്മാരൊക്കെ തലയെ കൈവച്ചൊരു കമന്റാണ് കഴിഞ്ഞ ദിവസം ആ മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞ ന്യൂസ് റീഡർ തന്റെ ഓൺലൈനിൽ ഒരു മാപ്പ് അപേക്ഷ പോലെ പറഞ്ഞത്. അതായത് ഞങ്ങൾക്ക് തെറ്റെന്ന് തോന്നി പിൻവലിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അത് മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം ആ വാർത്തയിൽ പറഞ്ഞത് അവർ തന്നെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, വാർത്ത തന്നവർ വിളിച്ചു പറഞ്ഞു അത് എല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് പിൻവലിച്ചരേ എന്ന് പറഞ്ഞു. അങ്ങനെ പിൻവലിച്ചു. എന്ത് ജേർണലിസമാണ് ഈ ജേർണലിസം അല്ലേ? നമ്മുടെ കാലം പോകുന്ന പോക്ക്. ഇവരൊക്കെ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന പലർക്കും അവരുടെ വയറ്റിപ്പിഴപ്പ് തന്നെയല്ലേ പ്രശ്നം. ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാ. ചില മുതലാളിമാർ, അത്തരത്തിലുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള മുതലാളിമാർ ഇങ്ങനത്തെ എഴുതി കൊടുത്താൽ അവരൊക്കെ വായിക്കാൻ വിധിക്കപ്പെട്ടവരാ. അപ്പൊ അതുകൊണ്ട് പണം ഉണ്ടാക്കാനും വായിക്കാനും ഒക്കെ ഉള്ള ശ്രമത്തിൽ, പക്ഷെ അയാൾക്ക് അതിന്റെ ആവശ്യമുള്ള ഒരാളല്ല. അങ്ങനെ പെട്ടെന്നൊരു പണം ഉണ്ടാക്കി ജീവിക്കേണ്ട ആവശ്യമുള്ള ഒരാളല്ല അയാളെന്നാണ് എനിക്കറിയാവുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത് അറിയില്ല. സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില ഇതുകൊണ്ടായിരിക്കാം. ഞാൻ അയാളെ മറ്റൊരു രീതി കുറ്റപ്പെടുത്താൻ എനിക്ക് പല കാര്യങ്ങളും അറിയാം. പക്ഷെ ആ രീതിയിലൊന്നും ഞാൻ വ്യക്തിപരമായ വിഷയങ്ങളോ എന്നെ പലതും പറഞ്ഞ് ആക്രമിക്കുമ്പോഴും ഞാൻ എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരെയോ എനിക്ക് വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിൽ വൈരാഗ്യമുള്ളവരെയോ ഒന്നും ഞാൻ അത്തരത്തിൽ ഒരു തരത്തിൽ എന്റെ സ്ഥാപനം, ഞാൻ യൂട്യൂബിൽ ഒരു വാർത്താ ചാനൽ നടത്തുന്നത് വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാനല്ല എന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഞാൻ അത്തരത്തിലല്ല ചെയ്യുന്നത്. ഈ പറയപ്പെടുന്ന സുരേഷ് പറയുന്ന സുരേഷിനോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടാണ് ഞാൻ ആക്രമിക്കുന്നത് അല്ല. എന്നോട് വ്യക്തിപരമായ വൈരാഗ്യമുള്ളതുകൊണ്ടാണ് അയാൾ അഴിമതിയിൽ പോയിപ്പെട്ടത്. അയാൾ അഴിമതി കാണിക്കാൻ പോയത് അവിടെ ഓഫീസിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആ പ്രശ്നങ്ങളുടെ ഭാഗഭാക്കായത് എന്നോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടാണോ? അല്ലല്ലോ. എനിക്ക് വ്യക്തിപരമായ വൈരാഗ്യം ആരോടുമില്ല, അയാളോടുമില്ല വ്യക്തിപരമായ വൈരാഗ്യം. പക്ഷെ കാണുന്ന നിലപാടുകളോടുള്ള എതിർപ്പാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്ക് വ്യക്തിപരമായ വൈരാഗ്യം അഞ്ജനയോടും സുരേഷിനോടും ഒന്നും എനിക്ക് വ്യക്തിപരമായ ഒരു വൈരാഗ്യവുമില്ല. അഞ്ജനയും സുരേഷുമായിട്ടും എനിക്ക് വല്ലപ്പോഴും, അതായത് കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ട്. വല്ലപ്പോഴും എവിടെയെങ്കിലും പരിപാടിക്കൊക്കെ കാണുമ്പോൾ മിണ്ടുവന്നതിന് അപ്പുറത്തേക്കുള്ള ബന്ധങ്ങളില്ല. ഇന്ന് വരെ ഞാൻ അവരുടെ വീട് പോലും കണ്ടിട്ടില്ല സത്യത്തിൽ. അപ്പോൾ എനിക്ക് അവരുമായിട്ട് അത്തരത്തിലുള്ള വേറെ ബന്ധങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും കാണുമ്പോൾ സന്തോഷത്തോടെ ചിരിക്കും, വർത്താനം പറയും, അത്ര തന്നെ. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവുമില്ല. അത് പഴയ കാലത്തുള്ള പരിചയം കൊണ്ട് കാണുന്ന സ്ഥലത്ത് വെച്ചാൽ മിക്കവാറും ഞാൻ 1-2 സ്ഥലത്ത് കണ്ടിട്ടുള്ള ഒന്ന് മൂന്തേട്ടനെ കാണാൻ പോകുമ്പോൾ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് കണ്ടിട്ടുള്ള സ്ഥലം ശ്രീലേഖ മാഡത്തിന്റെ കല്യാണത്തിന് അഞ്ജന ഉണ്ടായിരുന്നു, ശ്രീലേഖ മാഡത്തിന്റെ മകന്റെ കല്യാണത്തിന്. അങ്ങനെ 1-2 സന്ദർഭങ്ങളിലാണ് കുറച്ചു നേരമെങ്കിലും 10 മിനിറ്റെങ്കിലും സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ കാണുമ്പോൾ ഈ തിരുവനന്തപുരത്തുള്ള ഏതൊരു വ്യക്തിയും കാണുന്ന പോലെ കാണുമ്പോൾ ചിരിക്കും, വർത്താനം പറയും, പോകും, അത്ര തന്നെയുള്ളൂ. അല്ലാതെ വേറെ ബന്ധങ്ങളോ ഞാൻ അവരുടെ കൂടെ നടക്കുകയോ അവരുമായിട്ട് അതീവ ബന്ധം പുലർത്തുകയോ അല്ലെങ്കിൽ എനിക്ക് വൈരാഗ്യം വരാനുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ അവർ ഉണ്ടാക്കുകയോ വ്യക്തി വൈരാഗ്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊന്നും ഞങ്ങൾ തമ്മിലില്ല. അപ്പൊ ഞാൻ പറയുന്ന നിലപാടുകളോടുള്ള എതിർപ്പാണ്. ആ നിലപാടുകളുള്ള എതിർപ്പ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സംഘടന നശിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല വ്യക്തിപരമായ ഒരു തരത്തിലും വൈരാഗ്യം ഉണ്ടാകാൻ ഞങ്ങൾ തമ്മിൽ, ഇപ്പൊ നമുക്ക് വ്യക്തിപരമായ ഒരാളോട് വൈരാഗ്യം ഉണ്ടാകണ കുറെ സമയം നമ്മൾ വരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടാകണമല്ലോ. അങ്ങനെ ഒരു ബന്ധവും എനിക്കില്ല. പിന്നെ എന്തിനു വെറുതെ ഇരിക്കുന്ന ആളോട് എനിക്ക് വ്യക്തിപരമായ വൈരാഗ്യം തോന്നുന്നു? അതൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നത്. അതൊക്കെ പറഞ്ഞോട്ടെ, എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല. ഇവിടെ ഞാൻ പറയുന്നത് സത്യത്തിൽ സുഗതന് വലിയ ഗുണമുണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല പൊസിഷനിലേക്ക് മത്സരിക്കാനുള്ള ഒരവസ്ഥ കേരളത്തിലെ ഇന്ത്യ സഖ്യം സുഗതന് ചെയ്തു കൊടുത്തു.